നമസ്കാരം. കേരളം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണ്? അത് നിർഭാഗ്യവശാൽ തൊഴിലില്ലായ്മയാണ്. അതിൽ തന്നെ സ്ത്രീകളുടെ തൊഴിലില്ലായ്മയാണ് അതീവ ഗുരുതരം. കേരളത്തിൽ ഇപ്പോൾ 35,877 എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്ക് ജോലിയില്ല. 9,024 മെഡിക്കൽ ബിരുദം നേടിയവർ ജോലി അന്വേഷിച്ച് നടക്കുകയാണ്. ഇതിനു പുറമെ മറ്റ് പ്രൊഫഷണൽ ബിരുദം നേടിയവർ 1,57,198 പേർ തൊഴിൽ അന്വേഷിക്കുന്നു. സംഘടിത മേഖലയിലെ തൊഴിൽ സാധ്യത കാര്യമായി വർദ്ധിക്കാത്തതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. 2014 സംഘടിത മേഖലയിൽ 11.3 ലക്ഷം പേർക്കാണ് തൊഴിലുണ്ടായിരുന്നത്. 2024 അത് 12.6 ലക്ഷം മാത്രമായാണ് വർദ്ധിച്ചത്. 10 വർഷം കൊണ്ട് സംഘടിത മേഖലയിലെ തൊഴിലിൽ ഉണ്ടായ വർധന 1,30,000 മാത്രമാണ്. കൂടുതൽ തൊഴിൽ സാധ്യതയുണ്ടാകുമായിരുന്ന നിരവധി പദ്ധതികൾ വന്നതെല്ലാം വിവാദങ്ങളിൽ കുടുങ്ങി മെല്ലെപ്പോക്കിലാണ്. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും കിഫ്ബി വഴി നടപ്പാക്കാനിരുന്ന മറ്റു പദ്ധതികളുമെല്ലാം മുടങ്ങുകയോ ഇഴയുകയോ ചെയ്തു. വിവാദങ്ങളിൽ നിന്ന് കാര്യക്ഷമതയിലേക്ക് കേരളം ഇനിയെങ്കിലും ഉണരണം എന്ന് കാണിക്കുന്ന കണക്കുകളിലേക്കാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ പ്രൊഫഷണൽ ബിരുദമുള്ള തൊഴിൽ അന്വേഷകർ 2014 1,55,071 പേരായിരുന്നു. അതിൽ 97,087 പുരുഷന്മാരും 57,984 സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത്. അതായത് 10 വർഷം മുമ്പ് പ്രൊഫഷണൽ ബിരുദമുള്ള തൊഴിൽ അന്വേഷകരിൽ പുരുഷന്മാരായിരുന്നു കൂടുതൽ. ഇനി 2024 കണക്ക് നോക്കൂ. പ്രൊഫഷണൽ ബിരുദമുള്ള തൊഴിൽ അന്വേഷകരിൽ പുരുഷന്മാരുടെ എണ്ണം കുറഞ്ഞു. 86,517 മാത്രം. 10 വർഷം കൊണ്ട് 10,000-ലേറെ കുറവ്. എന്നാൽ സ്ത്രീകളുടെ എണ്ണമോ 57,984 നിന്ന് 1,15,582 കുതിച്ചുയർന്നു. ഇരട്ടിയിലേറെ സ്ത്രീകളാണ് തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നത്. കേരളം നേരിടുന്ന പ്രശ്നം സമത്വമില്ലായ്മയുടേതുകൂടിയാണ് എന്നാണ് ഈ കണക്ക് കാണിക്കുന്നത്. കൂടുതൽ സ്ത്രീകൾ പ്രൊഫഷണൽ ബിരുദം നേടി എന്ന് മാത്രമല്ല ഇതിന്റെ അർത്ഥം. സ്ത്രീകളെ ജോലിക്കെടുക്കാനുള്ള മടി ഇപ്പോഴുമുണ്ട് എന്നുകൂടിയാണ്. സ്ത്രീകൾ നേരിടുന്ന ഈ പ്രതിസന്ധിയാണ് കേരളത്തെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടത്. വോട്ടിംഗ് പാറ്റേണിൽ പോലും വലിയ അട്ടിമറികൾ സൃഷ്ടിക്കാൻ ആ അസമത്വത്തിന് കഴിയും. 15-നും 29-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളാണ് ഇവിടെ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവരിൽ ഏറെയും. ഇനി പ്രൊഫഷണൽ ബിരുദം ഇല്ലാത്ത തൊഴിൽ അന്വേഷകരുടെ എണ്ണം എടുക്കാം. 2014 15-നും 29-നും ഇടയിലുള്ള 13,84,506 പുരുഷന്മാരാണ് ജോലി അന്വേഷിച്ച് നടന്നത്. 2024 ആ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. 8,44,199 എന്ന നിലയിലേക്കാണ് താഴ്ന്നത്. സ്ത്രീകളുടെ എണ്ണം 15,39,867 കുറഞ്ഞു. 20 ലക്ഷത്തിൽ നിന്ന് 15 ലക്ഷത്തിലേക്കുള്ള കുറവ്. പൊതുവിഭാഗത്തിൽ കേരളത്തിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടായി എന്ന് തന്നെയാണ് ഈ ഡാറ്റ അർത്ഥമാക്കുന്നത്. ആകെ തൊഴിൽ അന്വേഷകരുടെ എണ്ണം 34 ലക്ഷത്തിൽ നിന്ന് 23 ലക്ഷമായി കുറയുകയും ചെയ്തു. ഈ രണ്ട് കണക്കുകളും വളരെ വ്യക്തമായ ഒരു ചിത്രം വരച്ചു കാണിക്കുന്നു. ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടിയ തൊഴിലില്ലായ്മ നിരക്ക് കേരളത്തിൽ ഉള്ളപ്പോഴും തൊഴിൽ അന്വേഷകരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. അത് എന്തെങ്കിലും തൊഴിൽ തേടുന്നവരുടെ കാര്യത്തിലാണ് കുറവുണ്ടായിട്ടുള്ളത്. എന്നാൽ പ്രൊഫഷണൽ ബിരുദമുള്ളവരുടെ കാര്യത്തിൽ വലിയ തോതിൽ കാത്തിരിപ്പ് കൂടുകയാണ്. പൊട്ടൻഷ്യൽ ജോബ് സീക്കേഴ്സ് എന്ന് പറയുന്ന വിഭാഗമാണിത്. അതായത് യോഗ്യതയുള്ള കഴിവുള്ള തൊഴിൽ അന്വേഷകരുടെ കാര്യത്തിൽ വലിയ വർധന ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ തൊഴിൽ അന്വേഷകർ ആരാണ് എന്ന ചോദ്യത്തിനും വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട് ആസൂത്രണ ബോർഡ് തയ്യാറാക്കിയ കണക്കുകൾ. കേരളത്തിലെ ആകെ തൊഴിൽ അന്വേഷകരിൽ 64% സ്ത്രീകളാണ്. മാത്രമല്ല ഇതിൽ 63.3% ITI, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് ബിരുദം ഉള്ളവരാണ്. 10ാം ക്ലാസ്സിന് മുകളിൽ വിദ്യാഭ്യാസമുള്ളവരാണ് 93.6%. 10ാം ക്ലാസ് ജയിച്ചവർ 43.2%. ഹയർ സെക്കൻഡറി ജയിച്ചവർ 32.42%. ബിരുദമുള്ളവർ 13.72%. ബിരുദാനന്തര ബിരുദമുള്ളവർ 4.27% എന്നിങ്ങനെയാണ് തൊഴിൽ അന്വേഷിക്കുന്നത്. പ്രൊഫഷണൽ ബിരുദക്കാരുടെ തൊഴിലില്ലായ്മ നിരക്കിലുണ്ടായ വർധന കണ്ണു തുറപ്പിക്കേണ്ടതാണ്.
മെഡിക്കൽ ബിരുദമുള്ള 3241 പേരാണ് 2014 തൊഴിലില്ലാത്തവരായി ഉണ്ടായിരുന്നത്. 10 വർഷം കഴിഞ്ഞപ്പോൾ എണ്ണം ഏതാണ്ട് 3 മടങ്ങായി. 9024 മെഡിക്കൽ ബിരുദധാരികളാണ് തൊഴിൽ അന്വേഷിക്കുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ 23,984 പേർക്കാണ് 2014 തൊഴിൽ ഇല്ലാതിരുന്നത്. ഇപ്പോഴത് 35,877 ഉയർന്നു. ഇതിന് ഒരു മറുവശം കൂടിയുണ്ട്. പ്രൊഫഷണൽ ബിരുദക്കാർക്ക് മാത്രമാണ് കഷ്ടപ്പാട്. ഡിപ്ലോമക്കാർക്കും ITIക്കാർക്കും കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നുണ്ട്. തൊഴിൽ തേടുന്ന ഡിപ്ലോമക്കാരുടെ എണ്ണം 38,063 ആയിരുന്നത് 25,903 കുറഞ്ഞു. ITI സർട്ടിഫിക്കറ്റുകാരുടെ കാര്യത്തിലും കുറവുണ്ട്. 85,696 നിന്ന് 66,167 എണ്ണം കുറഞ്ഞത്. കേരളത്തിൽ തൊഴിൽ തേടുന്ന ചെറുപ്പക്കാരുടെ എണ്ണമാണ് സങ്കടകരം. ആകെ തൊഴിൽ തേടുന്നവരിൽ 29.9% 15നും 29നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഈ പ്രായത്തിലുള്ള സ്ത്രീകളുടെ തൊഴിലില്ലായ്മ നിരക്ക് 47.1%. പുരുഷന്മാരുടേത് 19.3%. തൊഴിലില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരുന്ന 47.1% സ്ത്രീകളാണ് ഇനിയുള്ള കേരളത്തിന്റെ പ്രശ്നവും പ്രതിസന്ധിയും. ഇവരുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി സർക്കാരും കുടുംബവും ചെലവഴിച്ച ലക്ഷങ്ങളുണ്ട്. ആ തുകയാണ് ഒരു പ്രയോജനവുമില്ലാതെ പോകുന്നത്. ഇക്കൂട്ടത്തിൽ വിദ്യാഭ്യാസ വായ്പ എടുത്ത് പഠിച്ചവരുമുണ്ട്. അവരുടെ തിരിച്ചടവുകൾ മുടങ്ങുകയാണ്. വിദ്യാഭ്യാസമുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് ഇവിടെ കൂടുന്നതിന് ഒരു കാരണമേയുള്ളൂ. നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷവും ഉന്നത വിദ്യാഭ്യാസം നേടുന്നുണ്ട്. അതിൽ നല്ലൊരു പങ്കും സ്ത്രീകളാണ്. മറ്റു സംസ്ഥാനങ്ങളിൽ സ്ത്രീകളുടെ വിദ്യാഭ്യാസം പലപ്പോഴും 10ാം ക്ലാസ്സിന് താഴെ അവസാനിക്കുകയാണ്. കേരളത്തിൽ കുറഞ്ഞത് ബിരുദം എന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവർക്കുള്ള തൊഴിലവസരങ്ങൾ ഈ നാട്ടിൽ തുറന്നു വരണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ അവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാന സൗകര്യം വികസിക്കണം. അതിനായി സിൽവർ ലൈൻ മുതൽ കൂടുതൽ ടെക്നോ പാർക്കുകൾ വരെ ചിലപ്പോൾ നിർമ്മിക്കേണ്ടി വരും. തൊഴിൽ വേണോ, തൊഴിലില്ലായ്മ വേണോ എന്നുള്ള ചോദ്യത്തിനാണ് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ മറുപടി പറയേണ്ടത്. സ്പോട്ട്ലൈറ്റ് ഇനി നാളെ ഇതേ സമയം. നമസ്കാരം.